സൗണ്ടൊന്നും പുറത്ത് കഴിയില്ല. അത് അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇപ്പോൾ എപ്പോഴും ഉണ്ടാവില്ല. ആ ലോഞ്ചിൽ ഇന്നെ കയറ്റിയില്ല, ഇന്നെ ഇറക്കി വിട്ടു. കാരണം എന്ന് വെച്ചാൽ വർക്ക് ഡൽഹി. ഓ ഓക്കെ, ഞാനും ഡൽഹി. അത് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് ആണല്ലേ. ഹലോ മൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ ഞാൻ ഒരു ട്രിപ്പ് പോവുകയാണ്. ഡൽഹി, ആഗ്ര, ജയ്പൂർ എന്നീ സ്ഥലങ്ങൾ ലക്ഷ്യമായിക്കൊണ്ട് ഒരു ട്രിപ്പ്. അപ്പോൾ എൻ്റെ കൂടെ ഈ ട്രിപ്പിന് ജോയിൻ ചെയ്യുന്നത് എൻ്റെ സ്വന്തം പെങ്ങളെ കുട്ടി ഇവാനുകുടു, അളിയൻ്റെ ബ്രദർ. അപ്പോൾ ഞങ്ങൾ 5 പേര് കൂടിയാണ് ഈ ട്രിപ്പ് പോണത്. അപ്പോൾ നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യട്ടെ. ബാക്കി കാഴ്ചകൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്, കാമരാജ് ഇവാനുമുത്തേക്കൂ എന്നൊരു ഓർക്കത്തിലേനി. അപ്പോൾ ഇപ്പം നീച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇതാണത്, എക്കച്ചക്കിയിലാണ്. അപ്പോൾ നമ്മൾ ബാഗ് ഡ്രോപ്പ് ചെയ്യട്ടെ. ലഗേജ് ഡ്രോപ്പ് ചെയ്യണം. നല്ല തിരക്കുണ്ട്. ടോപ്പ് അയക്കണ്, ഏതായാലും സാറയക്കണ്. ഗൈസ്, ചെന്നൈ എയർപോർട്ടിലെ സാധാരണ എയർപോർട്ടുകളൊക്കെ ചായക്ക് 350, പബ്സിന് 250 എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഉദൻ യാത്രി കഫേ പറഞ്ഞാണ്ട് കോഫി ഷോപ്പുണ്ട്. ഇവിടെ 10 രൂപ കാര്യങ്ങളൊക്കെ ഉള്ളൂ. സാധാരണ നാട്ടിലെ വാട്ടർ ബോട്ടിൽ 10, ടീ 10, കോഫി 20, സമൂസ 20, വട 20, സ്വീറ്റ് ഓഫ് ദ ഡേ 20. ഇതാണ് ഇവിടുത്തെ ഇത്. പക്ഷെ സാധാരണ എയർപോർട്ടിലൊക്കെ 250, 300 ഉണ്ടാവില്ലേ. അപ്പോൾ ഗൈസ്, അതാണ് ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞത്. ഞാൻ ബ്ലോഗറാണ്, ആരും നോക്കരുത്, എനിക്ക് പറയാല്ല, മൂഡ് പോകും. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് ലഗേജ് ഡ്രോപ്പ് ചെയ്യട്ടെ. നമുക്ക് 3 പെട്ടിയുണ്ട്, ബാഗുണ്ട്, ഇതൊക്കെ. ആർ യു എക്സൈറ്റഡ് ഫോർ ദ ട്രിപ്പ്? സൗണ്ടൊന്നും പുറത്ത് കഴിയില്ല. അത് അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇപ്പോൾ എപ്പോഴും ഉണ്ടാവില്ല. എന്താ ചെയ്യാം. അപ്പോൾ ബാക്കി കാഴ്ചകൾ ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്കപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടി, ലഗേജ് ഡ്രോപ്പ് ചെയ്തു. ഇനി ഉള്ളിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരുന്നോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. പ്രവേശനം സാധ്യമാണോ? ആദ്യമാണ്. നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് 1 മണിക്കാണ്. അപ്പോൾ നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ട്, അത് ചെയ്യണം. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇതിനൊന്ന് കയറിയിട്ട് ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, അങ്ങനെ കഴിച്ച് നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ അടുത്തത് നമുക്ക് 1 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 10:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലോഞ്ച് കയറി സമയം ചെലവിടാം എന്ന് കരുതി. അപ്പോൾ ലോഞ്ച് കയറട്ടെ, ഫുഡ് കഴിക്കാം. അങ്ങനെ കുറേ പരിപാടികൾ ഇവിടെ ചെയ്ത് തീർത്തിട്ട് കാഴ്ചകളായിട്ട് ഞാൻ വരാം. കുട്ടാ, ഇവാനു നമ്മൾ ട്രിപ്പിലെ പൊൻതരി ഉണ്ട്. പൊൻതരി ഹലോ പറഞ്ഞ ഹായ് പറഞ്ഞ പറയട്ടാ. ഹായ് പറഞ്ഞ എന്നാ മകന് പകരം മാതാവ് ഹായ് പറയുന്നതാണ്. ഹായ്. ലിഫ്റ്റിലോട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ട്രാവൽ ക്ലബ് ലോഞ്ച് ബാർ. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ലോഞ്ച്, ട്രാവൽ ക്ലബ്ബ് വരുന്ന ലോഞ്ച് ആൻഡ് ബാർ ട്രാവൽ ക്ലബ്ബ്. അപ്പോൾ അവിടെ ക്യൂ ആണ്, നമുക്ക് കയറാൻ നോക്കാം. ഫുഡ് കഴിക്കാം, നല്ല ഫുഡ് കഴിക്കാം, അങ്ങനെ വിശ്രമിക്കാം. നമുക്ക് കുറച്ച് ടൈം ഉണ്ടല്ലോ ഫ്ലൈറ്റിന്.
ഗൈസ് ഇതാണ് ഞാൻ ലോഞ്ചിൽ നിർത്ത ഫുഡ്. ഇതൊരു തുടക്കം മാത്രം. പിന്നെ ലോഞ്ചിൻ്റെ വേറൊരു കഥ ഉണ്ട്, ഒരു കോമഡി ഉണ്ട്. ഞാൻ എപ്പോഴല്ല അത് കഴിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, പറഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഞാൻ അടുത്തത്. ഇവിടെ നിന്ന് ഇടുക്കൽ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്, ഇവിടെ നിർത്താൻ അയക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി കഴിച്ചിട്ട് ഞാൻ പുറത്തേക്കിട്ട് കാണിക്കാം. ലോഞ്ച് ഇതാണ്. ഇവിടെ ഫുള്ള് തിരക്കാണ്, രാവിലെ തന്നെ അല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ലോഞ്ചിൽ എനിക്കെന്താ സംഭവിച്ചു വെച്ചാൽ എൻ്റെ കാർഡിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു. കാരണം ഞാൻ 2 മാസം മുന്നാണ് ക്യാഷ് ഇവിടെ പോയപ്പോൾ, ലക്ഷദ്വീപ് പോയപ്പോൾ ഗോവൻ എയർപോർട്ടിൽ കാർഡ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ കരുതി അത് പറ്റുന്നു, പക്ഷെ അത് പറ്റിയില്ല. അവസാനം ഒരു കുറച്ച് എമൗണ്ട് കൊടുത്ത് അതിൽ കയറിയനി. ആ എമൗണ്ടിന് എത്രകാലം മന്തിന്നേനി. എനിക്ക് ആ സങ്കടമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നോക്കിയിട്ട് കാര്യമില്ല, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ചിലത് നമുക്ക് Mr. Rohit, right? Yes, right. Hey, you wait. What the fuck is this? കച്ചവടം താങ്ക് യു. ഓല അവിടെ നിന്ന് കച്ചവടം ഉണ്ടാക്കുക എന്താ കേസ്. അപ്പോൾ കേസ് നമ്മൾ ഫ്ലൈറ്റ് ഇൻഡിഗോ ആണ്. ഇൻഡിഗോ, സോറി. ഹായ് ഹലോ. ബ്ലോഗർ ഏതായാലും ബ്ലോഗറുടെ ഒരു അവൻ. നമുക്ക് ഫ്ലൈറ്റ് കയറും വഴി നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് നിലവിൽ ആകുന്നു കരുതുന്നു. കയറുന്ന വഴി തന്നെ സബ്സ്ക്രൈബേഴ്സ്. എന്ത് ചെയ്യാം. അയ്യോ, നാട്ടിലൂടെ ഷൊർണൂർ. ഓ, ഇവിടെ പഠിക്കാം. വർക്ക് ഡൽഹി. ഓ ഓക്കെ, ഞാനും ഡൽഹി. അത് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് ആണല്ലേ. അപ്പോൾ ഓക്കെ ഇതിലുണ്ട് ഇതോ ബിസിനസ് ക്ലാസ്. ഓക്കെ, ഇതാണ് ബിസിനസ് ക്ലാസ് ഇൻഡിഗോൻ്റെ. തുടക്കം തന്നെ ബിസിനസ് ക്ലാസ് ആണ്. ബിസിനസ് ക്ലാസ് അല്ല, സീറ്റൊക്കെ തട്ടെ. വിൻഡോ സീറ്റ്, സൈഡ് സീറ്റ്സ് തന്നെ കിട്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കിട്ടി. അപ്പോൾ ഇവിടുന്ന് സീറ്റ് ഉറപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ ഗൈസ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും. നമുക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇൻഡിഗോ, അത് അവിടെ ഒരു ഇൻഡിഗോ തയ്യാറായി കിടക്കുകയാണ് പോകാൻ. അപ്പോൾ ഇത് പൊന്തുമ്പോൾ വരാം. സീറ്റൊന്ന് അറേഞ്ച് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് എങ്ങനെ ഉഷാറല്ലേ. ബോസ് 15 വർഷത്തിന് ശേഷമാണ് ഫ്ലൈറ്റ് കയറുന്നത്. ഞാൻ 2 മാസം മുന്നേ കയറിയാണ് ലക്ഷദ്വീപ് പോയപ്പോൾ. ഞാൻ ഈ കൊല്ലം എയറിലൂടെ എയറിലാണ് മൊത്തത്തിൽ. In the seat pocket for your reference. Secure your seat belt by inserting the metal tip into the buckle and tighten by pulling the loose end. To open, lift the buckle. It is recommended to keep your seat belt fastened at all times. In the event of a decrease in cabin pressure, oxygen masks will fall automatically from the panel above. Pull a mask down. Cabin crew to your seats for takeoff and confirm cabin clearance. Thank you. Sharply to initiate oxygen flow. Cover your nose and mouth and breathe normally. Ensure your mask is secure.
ചെന്നൈ നഗരമാണ് താഴെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്പലച്ചുംബികളായ കെട്ടിടങ്ങൾ. ഒരു 2.5 മണിക്കൂറുണ്ട് ഈ ഫ്ലൈറ്റ്. അപ്പോൾ ഉറങ്ങാൻ ടൈമുണ്ട് ഞാൻ അർത്ഥം. അപ്പോൾ ഉറങ്ങിയിട്ട് വരാം. ഡൽഹി എത്തിട്ട് കാഴ്ചകൾ കാണാം. രണ്ടര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ലാൻഡ് ചെയ്യാണ്. ഡൽഹിയുടെ മണ്ണിൽ ലാൻഡ് ചെയ്യുകയാണ്. ഒന്നും കാണാനില്ല. നല്ലൊരു ഉറക്കാണ്ട് ഉറങ്ങി. ചെവി അടങ്ങിയിട്ടില്ല. ചെന്നൈയിൽ നിന്നും കയറി 2.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഒരു 1.25 മണിക്കൂർ ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. ഒന്നും അറിഞ്ഞതില്ല. അപ്പോൾ നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരുന്നു നമ്മളെ പൈലറ്റ്. നമുക്ക് ഇറങ്ങാം. എല്ലാവരും പോയി. നമ്മളെ പെങ്ങളും ആളേനും ബാക്കിലാണ്. ഞങ്ങൾ രണ്ടാളും പെട്ടിട്ടുണ്ട് കുറച്ച് മുന്നിലാണ്. വിരിഞ്ഞുപോയി രാവിൻ ഹൃദയ താളമായി. അറിയോ? അപ്പോൾ ഗൈസ്, ഹൗ ഈസ് ദ ജേർണി? ഓക്കെ, താങ്ക് യു. അങ്ങനെ ഗൈസ്, ഡൽഹിയിൽ വന്നിട്ട് ഡൽഹി എയർപോർട്ടിൽ നമ്മളെ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 എത്തി. ഇൻ്റെത് എത്തിയിട്ടില്ല. ഇൻ്റെത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇൻ്റെ ഇതേമാതിരി പച്ചപ്പട്ടിയാണ്. എത്തിയിട്ടില്ല. കുഞ്ഞുമണിയെ ഹായ് പറഞ്ഞ ഹായ് പറയ്. അപ്പോൾ അത് വരട്ടെ. അത് എന്നിട്ട് കളക്ട് ചെയ്തിട്ട് ബാക്കി പരിപാടികൾ നോക്കണം. നമ്മളെ കോർഡിനേറ്റർ വെയിറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ട്. വിളിച്ചു നോക്കണം. നമ്മളെ അടുത്ത വീണ്ടും ഒരാഴ്ച നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലോർ ചെയ്യുന്നു. എവിടെ ഇൻ്റെതെവിടെ? അപ്പോൾ ഗൈസ്, നമ്മളെ ലഗേജൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ കോർഡിനേറ്റർ വണ്ടി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ കൂടെ കുറച്ച് പേര്, കുറച്ചധികം ആൾക്കാരുണ്ട്. നമ്മളൊരു ഗ്രൂപ്പ് ട്രിപ്പിലാണ് പെട്ടത്. അപ്പോൾ നമുക്ക് വേണ്ടി വണ്ടി ഇതാണ് നമുക്ക് എന്താ പേര് വിട്ട വണ്ടി ചെറുതായി. അപ്പോൾ ഗൈസ്, ഈവനിങ് നമ്മൾ ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വരാം. എന്നതുക ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ പോയത് അക്ഷരധം ടെമ്പിൾ എന്നൊരു ടെമ്പിളാണ്.
അപ്പോൾ അവിടെ ഫോണും കാര്യങ്ങളും അവിടെ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മളെ ഹോട്ടലിലേക്ക് എത്തിയിട്ടാണ്. ഹോട്ടൽ ആർച്ച് എന്നുള്ള ഹോട്ടലിലേക്കാണ് നമ്മൾ എത്തിയത്. 10 മണിയായി. അവിടുന്ന് പോന്നു. പിന്നെ ഇവരൊക്കെ നമ്മളെ പാക്കേജിൽ ഉള്ളതാണ്. കാണുന്ന ആൾക്കാരൊക്കെ ഇവരൊക്കെ ഞാൻ നാളെ വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കളിക്കാം. ഓക്കെ, നമ്മൾ ഡിന്നർ കഴിക്കാണ്. ഡിന്നർ നമുക്കുള്ളത് ഫ്രൈഡ് റൈസ് കേട്ടോ. വിശക്കുണ്ട് കേട്ടോ. മലയാള ജിമലയാള കേട്ടോ. ആ കേട്ടോ, ചപ്പാത്തി വേണ്ട. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ട്, അതും എടുക്കാം. സലാഡ് ഉണ്ടാകും, നമുക്ക് ലാസ്റ്റ് എടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് എടുത്ത ലഞ്ച് അല്ല ഡിന്നർ. അപ്പോൾ ഇത് എടുത്തിട്ട് കനവാനി കണ്ണ് കനവാനിരാവ് ബിസ്മില്ലാഹിർ രസമുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ട്, കഴിച്ചിട്ട് വരാം. ബാക്കി പിന്നെ ഓക്കെ. അപ്പോൾ കേസ് നമ്മൾ ഫുഡ് കഴിച്ച് ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ റൂം 3002 കയറിയാകട്ടെ. ഇതാണ് നമ്മളെ റൂം വരുന്നത്. ബെഡ് ബോസാണ് നമ്മളപ്പോൾ ഉള്ളത്. പിന്നെ നമുക്ക് വെൽക്കം സീറ്റ്സ് ആയിട്ട് സാധനങ്ങളുണ്ട്. ഒരു ഐഡൻറ്റിറ്റി കാർഡും തന്നിട്ട് അല്ല എന്തൊക്കെയത്. പിന്നെ ഒരു തൊപ്പിയുണ്ട്. അപ്പോൾ വാ ബാത്റൂം നോക്കാം. ബാത്റൂം കുഴപ്പമില്ലാത്തൊരു ബാത്റൂമുണ്ട്. അപ്പോൾ ബോസ സെറ്റല്ലേ, റെഡല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. സൈഡാട്ടെ.